2025 ഏറ്റവും ശക്തിയേറിയ കൊടുങ്കാറ്റായിരുന്നു കഴിഞ്ഞ ദിവസം ജമൈക്കയെ തൂത്തെറിഞ്ഞത്. കാറ്റഗറി 5 വിഭാഗത്തിൽപ്പെട്ട അതിമാരക കൊടുങ്കാറ്റായിരുന്നു ജമൈക്കയിൽ ആഞ്ഞടിച്ച മെലിസ. സമുദ്രങ്ങളിലാണ് സാധാരണയായി കൊടുങ്കാറ്റുകൾ രൂപം കൊള്ളുന്നത് എന്നതിനാൽ തന്നെ 2 മഹാസമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട കാനഡയ്ക്ക് കൊടുങ്കാറ്റ് ഭീഷണിയുണ്ടാകുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. അറ്റ്ലാന്റിക് സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന ഒന്റാറിയോ, ക്യൂബക് എന്നിവയെ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള കൊടുങ്കാറ്റുകൾ ബാധിച്ചേക്കാം. മാത്രമല്ല, പസഫിക്കിലെ ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ ബ്രിട്ടീഷ് കൊളംബിയയെയും കാര്യമായി ബാധിക്കും. ചുരുക്കി പറഞ്ഞാൽ കാനഡ ഒരു കൊടുങ്കാറ്റ് ഭീഷണിയുള്ള രാജ്യമാണ്. അതേസമയം കാനഡയിലെ എല്ലാ പ്രവിശ്യകളിലും ടൊർണാഡോകൾ ഉണ്ടാകാം. തെക്കൻ ആൽബർട്ട മുതൽ തെക്കൻ സസ്കാച്ചുവാൻ വരെയും തെക്കൻ മാനിറ്റോബയും വടക്കു പടിഞ്ഞാറൻ ഒന്റാറിയോ വരെയും തെക്കൻ ഒന്റാറിയോ മുതൽ ന്യൂ ബ്രൻസ്വിക് വരെയുമുള്ള പ്രദേശങ്ങൾ ടൊർണാഡോ ഭീഷണിയുള്ളവയാണ്.